സിറ്റികൾ ഒരുപാടുണ്ട്. അവിടെ സത്യം പറഞ്ഞാൽ ഒരു പുല്ലുപോലും മുളക്കില്ല. ഇവർ ആർട്ടിഫിഷ്യലായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നദികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ജന്മനാ പടച്ചോൻ നമുക്ക് കേരളത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? പച്ചപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും പച്ചപ്പില്ല. എന്നാൽ അവർ ആർട്ടിഫിഷ്യലായി കേരളത്തെക്കാൾ സുന്ദരമായി മനോഹരമായി ഒരുപാട് പച്ചപ്പുകൾ ഉണ്ടാക്കി. ഇത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാ 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഗ്രീൻ സിറ്റികൾ കൂടുന്നു. തബൂക്ക്, അല്ലൈൻ, ത്വായിഫ്, അബഹ, അൽ ജസീം, ബുറൈദ, സാജർ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ചെന്ന് നോക്കിയാൽ അതൊക്കെ ഗ്രീൻ വില്ലേജായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്രയോ അടയാളങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. അതൊക്കെ സത്യമായി കൊണ്ടിരിക്കുകയാണ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വകസറത്തുൽ കദിബ്, നുണ അധികരിക്കുന്നതാണ്. ഇന്നിപ്പോ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോ ഞാൻ കറക്റ്റ് സ്ഥലം പറയുന്നില്ല, ഒരു സ്ഥലത്ത് ട്രെയിനിങ് സ്ലോ ആയി. അപ്പൊ അവിടെ ഈ ഓണാഘോഷത്തിന്റെ പരിപാടികൾ ഇങ്ങനെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. പരിപാടികൾ എന്തൊക്കെയാണ്? വടംവലി, കലം, തല്ലിപ്പൊളിക്കൽ, അങ്ങനെ അവസാനം നുണ പറയൽ മത്സരം. ഏറ്റവും വലിയ നുണ പറയുന്നവർക്ക് സമ്മാനം. ഇന്നിപ്പോ മാധ്യമങ്ങൾ അല്ലെ, റസൂലുള്ളാഹി തങ്ങൾ മാധ്യമങ്ങൾ കണ്ടതും കേട്ടതും പ്രചരിപ്പിക്കുന്നു. മാധ്യമങ്ങൾ അത് സത്യമാണോ എന്നറിയില്ല. ഏതോ ഒരു ചാനലിൽ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയുടെ പേര് തന്നെ കണ്ടതും കേട്ടതും എന്നാണ്. സത്യമാവണമെന്നില്ല. അവിടെ നിന്ന് ഇവിടെയൊക്കെ കണ്ടതും കേട്ടതും ഞങ്ങൾ പറയും. ഇങ്ങനെ മത്സരിക്കുന്ന ഒരു കാലഘട്ടം വരും. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മദ്രസകളിൽ നമ്മൾ പഠിച്ച ഒരു ഹദീസാണിത് അല്ലെ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക. ഇതിങ്ങനെ കേട്ട് പഠിച്ച് നമ്മൾ ഇത് ഞാനൊക്കെ മദ്രസയിൽ നമ്മളൊക്കെ പഠിച്ചതാ. അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക. അതെന്താണ്? ഖിയാമത്ത് നാളിനിടയാ. ഇത് അടിമ സ്ത്രീ യജമാനത്തി ഇതെങ്ങനെയാ? ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ വിവക്ഷ എന്താ? ഉമ്മാനെ തല്ലുന്ന മക്കൾ, വാപ്പാനെ അകറ്റുന്ന മക്കൾ, വാപ്പയെ തെറി പറയുന്ന, ഉമ്മമാരെ അകറ്റി നിർത്തുന്ന, വാപ്പാനെ കൊല്ലുന്ന, ഉമ്മാനെ കൊല്ലുന്ന മക്കൾ കൂടുന്ന കാലം. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതിന്റെ സാരം. അൻചലിദൽ അമതു റബ്ബതഹാ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മയെയും വാപ്പയെയും ഭരിക്കുന്ന മക്കൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ആരാ ഉമ്മയും വാപ്പയും? ആരാ നമ്മുടെ ഉമ്മായും വാപ്പയും? ആരാ? നാം കഴിക്കാത്ത സമയം അവരും കഴിക്കാതിരുന്നു, നാം കുടിക്കാത്ത സമയം അവരും കുടിക്കാതിരുന്നു, നാം ഉറങ്ങാത്ത സമയം അവരും ഉറങ്ങാതിരുന്നു, നാം കരഞ്ഞ സമയം അവരും കരഞ്ഞവരാണ്, നാം മെലിഞ്ഞ സമയം അവരും മെലിഞ്ഞവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. അമ്മേ അനശ്വര ചൈതന്യമേ, എന്റെ ജീവന്റെ ജീവനാമമ്മേ, എന്നും അങ്ങേക്കൊരു കുഞ്ഞായിരുന്നു ഞാൻ, കാരുണ്യ സിന്ധുവാമമ്മേ. അമ്പിളി മാമനെ മാനത്ത് കാണിച്ച് താരാട്ടി ചോറൂട്ടുമമ്മേ, കേവലം നാഭിനാളത്തിന്റെ ബന്ധമല്ലായികയാൽ ഓതുന്നിതമ്മേ. ജീവിതയാത്രക്ക് സാക്ഷിയാമൊക്കെയും അങ്ങ് കനിഞ്ഞതാണമ്മേ. അറിയുമോ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബി ഔസിനി യാ റഹ്മാൻ, അല്ലാഹുവേ പടച്ചവനെ, എനിക്കൊരു വസിയ്യത്ത് നീ തരുമോ? ഒരു വസിയ്യത്ത് നീ തരുമോ? എന്താണ് വസിയ്യത്ത്? ആ കാര്യം ഞാൻ ചെയ്താൽ സ്വർഗ്ഗത്തിൽ എനിക്ക് വേഗത്തിൽ കടക്കാൻ പറ്റും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നു, മൂസ നബിയേ, ഊസീക ബി ഉമ്മിക ഹസനാ, ഒരൊറ്റ വസിയത്താണ് തരാനുള്ളത്, ഒരൊറ്റ ഉപദേശമാ തരാനുള്ളത്. നിങ്ങൾ വീട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ ഉമ്മയുണ്ടല്ലോ, നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ ഖിദ്മത്ത് ചെയ്യണേ. വീണ്ടും മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാ, അല്ലാഹുവേ എനിക്കൊരു വസിയത്ത് നീ തരണം. ഉമ്മാനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഉമ്മാനെ നോക്കണം, ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യണം. അതൊരു വാക്കാണ്, അത് ഞാൻ ചെയ്യുന്നുണ്ട്. രണ്ടാമതൊരു ഉപദേശം നീ എനിക്ക് തരണം അല്ലാ.
ആ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നത് ഉസീക ബി ഉമ്മിക ഹസനാ. രണ്ടാമതും അല്ലാഹു പറയുന്നത് ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാനാ, ഉമ്മിച്ചാക്ക് ഖിദ്മത്ത് ചെയ്യാനാ, ഉമ്മാനോട് നല്ല വാക്ക് പറയാനാ, ഉമ്മാനോട് നല്ല രൂപത്തിൽ പെരുമാറാനാ. മൂന്നാമതും ചോദിക്കുന്നു, നാലാമതും അഞ്ചാമതും ആറാമതും ഏഴാമതും 7 പ്രാവശ്യമാണ് ഒരു പ്രവാചകനാണ് ചോദിക്കുന്നത് അല്ലാഹുവിനോട്, പടച്ചവനെ സ്വർഗത്തിൽ കടക്കാൻ എനിക്കൊരു എളുപ്പവഴി നീ പറഞ്ഞു തരണേ അല്ലാ. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നത് ഒരേ ഒരു കാര്യമാ, ഉസീക ബി ഉമ്മിക ഹസനാ. ഉമ്മാക്ക് നിങ്ങൾ നന്മ ചെയ്യണേ മൂസ നബിയേ. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇന്ന റിളാഹാ റിളായ വസുഖ്തഹാ സുഖ്തി. മഹാനായ മൂസ നബിയേ, ഉമ്മായുടെ തൃപ്തിയുണ്ടെങ്കിൽ, ഉമ്മിച്ചാടെ സന്തോഷമുണ്ടെങ്കിൽ അതെന്റെ സന്തോഷമാണ്. ഉമ്മയുടെ തൃപ്തിയുണ്ടെങ്കിൽ അതെന്റെ തൃപ്തിയാണ് മൂസ നബിയെ എന്ന് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ട് ഒരു പ്രവാചകനോടുള്ള ഉപദേശമല്ല ഇത്, എന്നെയും നിങ്ങളെയും ചൂണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയുണ്ടല്ലോ, നമ്മുടെ വാപ്പയുണ്ടല്ലോ, അല്ലാഹുവേ അവർക്ക് ഖിദ്മത്ത് ചെയ്യലാ ഒരു മനുഷ്യന്റെ ദുന്യാവും ആഖിറവും വിജയിക്കാൻ പറ്റുക എന്ന് വേറെ ഒരു സംശയവും വേണ്ട. ഞാനൊരു വീട്ടില് മലബാർ ഭാഗത്ത് ഒരു വീട്ടിൽ ചെന്നു, ഇങ്ങനെ ഒരു പ്രസംഗിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോയപ്പോൾ ഒരു വലിയൊരു മുറി, ഒരു വലിയ ഹാള് പോലെ, അതൊരു മുറിയാണ്, റൂമാണ്. അതിൽ ബാത്റൂം ഉണ്ട്, AC ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് വരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ആ 3 കട്ടിലുണ്ട്, 3 ബെഡ് ഇട്ടിട്ടുണ്ട്. 3 ബെഡ് ഉണ്ട്, വലിയ വിശാലമായ ഹോൾ. നോക്കുമ്പോൾ ആ 3 കട്ടിലും 3 വയസ്സായ ഉമ്മമാരുണ്ട്. അപ്പൊ ചോദിച്ചു, ഇതെന്തായി സംഭവം? അപ്പൊ പറഞ്ഞു, ആ വീട്ടിലെ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ ഇത് 3 എന്റെ ഉമ്മമാരാണ്, ഇത് 3 എന്റെ ഉമ്മമാരാണ്. ഞാൻ ചോദിച്ചു, അതെങ്ങനെ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ എന്റെ വാപ്പ ആദ്യം കല്യാണം കഴിച്ചത് ഈ ഉമ്മയെയാണ്. അപ്പൊ ഉമ്മാനെ കല്യാണം കഴിച്ച് ഒരുപാട് നാളായി, മക്കളില്ലാതെ അവർ വിഷമിച്ച സമയത്ത് ഈ ഉമ്മ പറഞ്ഞു വേറൊരു പെണ്ണ് കെട്ടാൻ. അങ്ങനെ കെട്ടിയതാണ് ഈ ഇരിക്കുന്നത്, ഇതാണ് എന്റെ ഉമ്മ, ഇതാണ് എന്റെ ഉമ്മ. അപ്പൊ ഇതെന്റെ ഭാര്യയുടെ ഉമ്മ. എന്റെ ഭാര്യക്ക് വാപ്പായും ഉമ്മായും മാത്രമേ ഉള്ളൂ, വാപ്പ ഉമ്മ, അവർക്ക് എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ മകളായിട്ട്. വാപ്പ മരണപ്പെട്ടു പോയി, അപ്പൊ ഞാൻ ഉമ്മാനെ കൂടെ. അപ്പൊ 3 ഉമ്മമാര് 3 കട്ടിലില്ല. എന്താ സന്തോഷം! അവരിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ദിക്റും ചൊല്ലി സ്വലാത്തും ചൊല്ലി ജമാഅത്തായി നിസ്കരിക്കും. ഓരോ വഖത്തിലും ഓരോ ആളുകൾ മാറി മാറി ഇമാമിൽ നിന്ന്. എന്താ സന്തോഷം! അതുകൊണ്ട് തന്നെ അദ്ദേഹം, ഇന്ന് ഞാൻ പേര് പറയുന്നില്ല, കേരളത്തിൽ അറിയപ്പെട്ട ബിസിനസ് ഒരുപാട് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അതുപോലെ ഗൾഫിലെ പല സ്ഥലങ്ങളിലുമൊക്കെ അദ്ദേഹത്തിന് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്. പറഞ്ഞു വന്നത് ഉമ്മാടെ ഒരു ദുആ, വാപ്പാടെ ഒരു ദുആ. സത്യം പറഞ്ഞാല് ഇന്ന് ജുമാക്ക് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ തൊണ്ട ഒന്ന് ഇടറിയായിരുന്നു. ഇന്നലെ കുറെ തണുത്ത വെള്ളം കുടിച്ചു. അപ്പൊ ജുമാക്ക് പ്രസംഗിച്ച സമയത്ത് തൊണ്ട ഒന്ന് ഇടറിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നാളെ പ്രസംഗിക്കേണ്ട ഷഫീഖ് ബദരി ഉസ്താദിനെ ഫോണിൽ വിളിച്ചു. മൂപ്പരെടുത്തില്ല. എന്തിനാ? നിങ്ങൾ ഇന്ന് പ്രസംഗിക്കോ, ഞാൻ നാളെ പ്രസംഗിക്കുക, എന്റെ തൊണ്ട പാടില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇരുന്നതാ. ഇവിടെ കുരുമുളകൊക്കെ ഇരിപ്പുണ്ട്, കുറച്ച് എന്റെ 2-3 മുച്ചാലിമികളെ കുരുമുളകും ചൂടുവെള്ളമൊക്കെ തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തൊണ്ട അടഞ്ഞു, ഒട്ടും സൗണ്ടില്ല. ഖുതുബ ഇന്ന് എന്തോ കണക്കിനാണ് ഓതിയത്. എന്താന്നല്ലേ പെട്ടെന്ന് തൊണ്ടടഞ്ഞ്, ഇന്നലെ തണുത്ത വെള്ളം കുടിച്ചത് കൊണ്ടാവാം. പറഞ്ഞു വന്നത് വല്ലാത്ത വിഷമമായി. കാരണം കടുവാപ്പള്ളി എന്നൊക്കെ പറഞ്ഞാൽ, ഞാനിങ്ങനെ പോകുമ്പോൾ, ഞാൻ മഞ്ഞാനിയിലാണ് പഠിച്ചത്, അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ കാണാറുണ്ട് കടുവാപ്പള്ളി. ഇതിന്റെ ഉള്ളിലേക്ക് ഇപ്പോഴാണ് അൽഹംദുലില്ലാഹ് കേറിയത്. അവിടെ സിയാറത്ത് ചെയ്യാൻ പോയപ്പോൾ തങ്ങളുടെ അടുക്ക ഉള്ളിൽ അല്ലെ ആ മഹാന്റെ അടുത്ത് ചെന്ന് സിയാറത്ത് ചെയ്യാനും തൗഫീഖ് കിട്ടി. അപ്പൊ ഇവിടെ വരിക, ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഈ ഒരു മുന്നിൽ വെച്ച് അവരുടെ ആ ഒരു അങ്കണത്തിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ദീൻ പറയുക, അത് വലിയ ആഗ്രഹം. അതുകൊണ്ട് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു ഉമ്മാനെ വിളിച്ചു. എന്റെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ തൊണ്ട ഇങ്ങനെ പോയിട്ട്, അതൊന്നും കുഴപ്പമില്ല ചെറുക്ക, നീ പോടാ. ഒരൊറ്റ വാക്കാണ് എന്റെ ഉമ്മാണ്, അതൊന്നും കുഴപ്പമില്ല ചെറുക്ക, നീ പോടാ. ഇതുപോലെ എത്രയോ ഉമ്മമാരെ നമ്മളെ പറയുന്നുണ്ടാവും അല്ലേ? ഉമ്മമാരെ വിടല്ലേ മക്കളെ. നമ്മളൊക്കെ വലിയ ആലിമാവൂല്ലേ? വലിയ ആലിമായാലും എത്ര വലിയ ബിസിനസ്സുകാരനായാലും നമ്മുടെ ഉമ്മച്ചിക്ക് നമ്മൾ ചെറിയ പയ്യനാണ്. അതുകൊണ്ട് ഉമ്മാടെ പൊരുത്തം, വാപ്പാടെ പൊരുത്തം, അത് രണ്ടും ഇല്ലെങ്കിൽ എത്ര വലിയ ആലിമാണെങ്കിലും, എത്ര വലിയ ആളാണെങ്കിലും, എത്ര വലിയ ഹാജിയാരാണെങ്കിലും തകർന്നു പോകും.
മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാ. ഇപ്പൊ നമ്മളിപ്പോ ഇശാ നിസ്കാരം ബാങ്ക് വിളിച്ചു, ഇശാ നമ്മൾ നിസ്കരിച്ചില്ല എന്ന് വെക്കുക. നമ്മൾ ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങി, ഇശാ നിസ്കാരം ഖളാ ആക്കി. ഇതിന്റെ ശിക്ഷ എപ്പോഴാ? നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അല്ലാഹു തആല നമുക്ക് തരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോഴാണ് ശിക്ഷ. നോമ്പ് പിടിച്ചില്ലെങ്കിൽ ശിക്ഷ അവിടെയാ. പക്ഷേ ഉമ്മാനം വാപ്പാനം ബുദ്ധിമുട്ടിച്ചാൽ അതിന്റെ ശിക്ഷ ഈ ദുനിയാവിൽ തന്നെയാണ്. 3 തരത്തിലാണ് അല്ലാഹു തആല ശിക്ഷിക്കുന്നത്. ഒന്ന് നമ്മൾ എന്ത് ചെയ്താലും ഒരു ബർക്കത്തുണ്ട്. ചില ചെറുപ്പക്കാരുണ്ട്, കച്ചവടം മാറി ചെയ്യും, പക്ഷേ പോകില്ല, മുന്നോട്ട് പോകില്ല. എത്ര ചെയ്താലും. എന്നിട്ടോ ഉസ്താദുമാരെ കാണാൻ വരുന്നു, തങ്ങന്മാരെ കാണാൻ വരുന്നു, വെള്ളം മന്ത്രിച്ചു കുടിക്കുന്നു, ഒരു കാര്യമില്ല. വീട്ടിലുള്ള ഉമ്മാനോട് വാപ്പാനോട് മോശമായി പെരുമാറുന്നു. പിന്നെയോ രണ്ടാമത് ശിക്ഷ കൊടുക്കുന്നത് ഇവനെ ഇങ്ങനെ ഇടങ്ങേറാക്കുന്ന മക്കളെ അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. 3ാമത്തെ ശിക്ഷ അവന്റെ ജീവിതം കുടുസായി പോകും, പെട്ടെന്ന് മരിച്ചു പോകുമെന്നാണ്. ഈ 3 ശിക്ഷ ദുനിയാവിൽ തന്നെ ഉണ്ട്. പിന്നെ ആഖിറത്തിൽ വേറെ എക്സ്ട്രാ. ഇതാണ് വാപ്പ ഉമ്മ. അല്ലാഹുവേ, എന്റെ വാപ്പ എന്റെ ഉമ്മ, നമ്മുടെയൊക്കെ വാപ്പമാർ ഉമ്മമാർ അല്ലെ, അവരുടെയൊക്കെ ദുആ. വാപ്പ ചിലപ്പോ വായ കൊണ്ട് ദുആ ചെയ്യൂല. ഉമ്മ എന്താ ദുആ ചെയ്യും അല്ലെ, വായ കൊണ്ട് പറയും. ഉമ്മ പറയും അത് കുഴപ്പമില്ല മോനെ, അതൊക്കെ ശരിയാവൂടാ എന്ന് ഉമ്മ പറയും. വാപ്പയോ ഒന്നും പറയും. ചിലപ്പോ ഒരു തോളിൽ 2 തട്ടായിരിക്കും, ആ തട്ടിലുണ്ടാ ദുആ. അല്ലെങ്കിൽ പറയും ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ദുആ ചെയ്യാം. ആ ദുആ ചെയ്യാമെന്ന വാക്ക് തന്നെ വലിയ ദുആയാ. അതാണ് വാപ്പാ ഉമ്മ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമ്മാനെ തല്ലുന്ന വാപ്പാനെ തെറി പറയുന്ന മക്കളുടെ കാലഘട്ടം അധികരിക്കുന്നതാ. വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, ഖിയാമത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഖതിഅത്തുർ റഹം, കുടുംബ ബന്ധം മുറിക്കുന്നവർ കൂടുകയാണ്. കുടുംബബന്ധം മുറിക്കുന്നവർ, പിണക്കം ഉള്ളവർ, വഴക്കുകൾ ഉണ്ടാകും, ത്വലാഖുകൾ അധികരിക്കും, ഭാര്യ ഭർത്താവിനെ ചതിക്കും, ഭർത്താവ് ഭാര്യയെ ചതിക്കും. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുടുംബത്തിൽ ഉണ്ടാകും. നമ്മുടെ ഹൈക്കോടതിയുടെ അടുത്താണ് നമ്മുടെ പള്ളി. അപ്പോ പള്ളിയിൽ നിസ്കരിക്കാൻ ഒരുപാട് അഡ്വക്കറ്റുമാരൊക്കെ വരാറുണ്ട്. അപ്പോൾ ഏകദേശം 1 വർഷം മുമ്പ് ഒരു വക്കീലുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഉസ്താദ്, നിങ്ങൾ എവിടെ പ്രസംഗിക്കാനൊക്കെ പോയാലും ഒരു 4 കാര്യം വിട്ടുപോകരുതേ. 4 കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിൽ ഇല്ലാതിരുന്നു. മുസ്ലിം സമുദായത്തിൽ 4 കാര്യങ്ങൾ ഇല്ലാതിരുന്നു. പക്ഷെ ഇന്ന് ആ 4 കാര്യത്തിൽ മുസ്ലിം സമുദായമാണ് ഏറ്റവും മുന്നിലുള്ളത്. ഒന്നാമതായി പറഞ്ഞ ആത്മഹത്യ ഒരു കാലത്ത് നമ്മുടെ സമുദായത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇന്നോ മത്സരിക്കുകയാണ്. ഒരു കാരണവും വേണ്ട, ചുമ്മാ അങ്ങോട്ട് മരിച്ചു കളയുകയാണ്. അല്ലെങ്കിൽ നിസ്സാരമായി പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും. പക്ഷേ അത് മനം നൊന്ത് അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ കാലം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എത്ര വലിയ പ്രതിസന്ധി വന്നാലും അല്ലെ, ഇപ്പൊ നമ്മുടെ പെൺമക്കളെ നമ്മൾ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ ആദ്യം അവരെ ഉപദേശിക്കേണ്ടത്, മക്കളെ പോകുന്നത് മറ്റൊരു വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോ എന്റെ മോളെ സ്വന്തം മോളായി കാണാൻ ചിലപ്പോൾ അവർക്ക് പറ്റിക്കൊള്ളുന്നില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, അവിടെ എന്ത് പ്രയാസമുണ്ടെങ്കിലും നീ തുറന്നു പറയണം, തുറന്ന് സംസാരിക്കണം. അങ്ങനെ മക്കളൊരു വീട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് തുറന്ന് സംസാരിക്കുമ്പോൾ മാതാപിതാക്കൾ അതൊക്കെ അങ്ങനെ ശരിയായിക്കോളും, എല്ലാ സ്ഥലത്തുള്ളതാ എന്നൊന്നും പറഞ്ഞേക്കരുതേ. അതിന് വേണ്ട പരിഹാരമാണ് നിങ്ങൾ കാണേണ്ടത്. ഇന്നിപ്പോ ആത്മഹത്യ കൂടുന്നു, ഭർത്താവിന്റെ പീഡനം അല്ലെ, ഭർത്താവിന്റെ ഉമ്മയുടെ വാക്ക് കേട്ട് വാപ്പയുടെ വാക്ക്, ഇന്ന് എത്രയോ സ്ഥലങ്ങളിലാണ് ആത്മഹത്യ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തേത് ത്വലാഖ് കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലെ, വിവാഹമോചനങ്ങൾ ഇന്ന് കോടതികളിൽ കെട്ടിക്കിടക്കുന്നു മുസ്ലിം കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ. മൂന്നാമതായി പറഞ്ഞത് മദ്യപാനവും ലഹരി ഉപയോഗവുമാണ്. നാലാമതായി പറഞ്ഞത് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന മക്കൾ ഇന്ന് ഈ സമുദായത്തിലാണ് കൂടുതലായി കൊണ്ടിരിക്കുന്നത്. 4 കാര്യം ഇല്ലാതിരുന്നു, ഇന്ന് ഉണ്ട് എന്നല്ല, ഏറ്റവും മുകളിലാണ് മുസ്ലിം സമുദായം. അതുകൊണ്ട് കുടുംബജീവിതം നന്നാക്കണേ,
കുടുംബജീവിതം നന്നാക്കണേ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഖതീഅത്തുർ റഹം, കുടുംബബന്ധം മുറിക്കുന്ന, കുടുംബബന്ധം ഇല്ലായ്മ ചെയ്യുന്ന, അതിനെ കളങ്കപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടുന്ന ഒരു കാലം, ആ കാലത്താണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. നബിയേ, നിങ്ങൾ പറഞ്ഞത് എത്രയോ സത്യമാ, നിങ്ങൾ പറഞ്ഞത് എത്രയോ സത്യമാണ് നബിയേ. കാരുണ്യത്തിന്റെ കടലേ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ, സ്നേഹത്തിന്റെ മേൽവിലാസമേ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ. ഒരു 3 സ്വലാത്ത് മദീനയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, അള്ളാന്റെ ഹബീബ് പറയുന്ന ഒരു ഹദീസ് എന്റെ കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ, അല്ലെ? നബി തങ്ങൾ പറയുകയാണ്, ഷഹീദ് രക്തസാക്ഷിത്വം എന്റെ സമുദായത്തിൽ കൂടുതൽ ഉണ്ടാകുന്നത് അവർ എങ്ങനെയാ? യുദ്ധത്തിൽ തമ്മിൽ പോരടിച്ചിട്ടല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ എന്റെ ഉമ്മത്തിൽ ശുഹദാക്കൾ ഉണ്ടാകുന്നത് അതെങ്ങനെയാണെന്നറിയോ? അത് സാധാരണ ജീവിതം നയിക്കുന്നവരിലാണ്. നബി തങ്ങൾ പറയുന്ന ഹദീസിന്റെ അർത്ഥം ഇതാണ്: മുങ്ങി മരിക്കുക. ഒരാൾ വെള്ളത്തിൽ വീണ്, അബദ്ധത്തിൽ വെള്ളത്തിലേക്ക് വീണു, ആത്മഹത്യ ചെയ്യാനല്ല, അബദ്ധത്തിൽ വെള്ളത്തിലേക്ക് വീണു, എന്നിട്ട് കരകയറാൻ പറ്റാതെ മുങ്ങി മരണപ്പെട്ടാൽ അയാൾ മുഅ്മിനാണെങ്കിൽ അയാൾക്ക് ശുഹദാഇന്റെ കൂലിയാണ്. തീപിടുത്തത്തിൽ മരണപ്പെടുക, ഒരു മുഅ്മിനായ പെണ്ണോ ആണോ, അവർ തീപിടുത്തത്തിൽ മരണപ്പെട്ടാൽ, അതെന്താ, അല്ലെങ്കിൽ ഷോക്കേറ്റ് മരണപ്പെട്ടാൽ അതും ശുഹദാക്കളുടെ പട്ടികയിലാണ്. അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ ഇടയിൽപ്പെട്ട് മരണപ്പെട്ടാൽ, അതുപോലെ വാഹനത്തിന്റെ ഇടയിൽപ്പെട്ട് മരണപ്പെടുന്ന ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവനിക്കും എന്തുണ്ട്? ശുഹദാഇന്റെ പ്രതിഫലമുണ്ട്. വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്ന്, വയറ് സംബന്ധമായ പ്രതിസന്ധികൾ, അല്ലെ, വയറിന്റെ ഉള്ളിൽ ക്യാൻസർ വരിക, അല്ലെങ്കിൽ കരളിന് പ്രശ്നം വരിക, അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ അയാൾക്കും ശുഹദാഇന്റെ പ്രതിഫലമാ. അങ്ങനെ നിരവധി ശുഹദാക്കളെ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ശുഹദാഇനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതാരാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അൽ മർഅതു ഫീ ഹംലിഹാ ഇലാ വൽഇഹാ ഇലാ ഫിസാലിഹാ കൽ മുറാബിത് ഫീ സബീലില്ലാ വ ഇൻ മാതത് ഫീമാ ബൈന ദാലിക ഫഇന്ന ലഹാ അജ്റു ഷഹീദ്. എന്റെ സദസ്സിലുള്ള ഉമ്മമാരെ, എന്റെ വാപ്പമാരെ, നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. എന്താണ് ഒരു പെണ്ണിന് കിട്ടുന്ന പ്രതിഫലമാ? ഒരു പെണ്ണ് എങ്ങനെയുള്ള പെണ്ണാണ്? അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ, അവൾ ഗർഭിണിയാകുമ്പോൾ, അവൾ ഗർഭിണിയാകുന്ന സമയത്തും അതുപോലെ തന്നെ പ്രസവിക്കുന്ന സമയത്തും, ആ പ്രസവം കഴിഞ്ഞ് തന്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുന്ന പ്രായമുണ്ടല്ലോ, അല്ലാഹുവേ, ആ 2 വർഷക്കാലം ആ പെണ്ണിന് കിട്ടുന്നത് വലിയ പ്രതിഫലമാണ്. അവൾ ജിഹാദ് ചെയ്യുന്നവളെ പോലെയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വ ഇൻ മാതത് ഫീമാ ബൈന ദാലിക ഫഇന്ന ലഹാ അജ്റു ഷഹീദ്. ഒരു പെണ്ണ് അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്തോ, പ്രസവാനന്തരമോ, പ്രസവിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ട് 2 വർഷക്കാലം കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തെങ്ങാനും ഒരു മുഅ്മിനത്തായ പെണ്ണ് മരണപ്പെട്ടു പോയാൽ അവൾക്ക് ശുഹദാഇന്റെ പ്രതിഫലമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ. എത്രയോ സഹോദരിമാരാ വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. ഉസ്താദേ, ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, ഭർത്താവിന് എന്നോട് ദേഷ്യമാണ്. എന്താണ് കാരണമെന്നറിയോ? ആ ഭർത്താവ് കള്ളു കുടിച്ചിട്ടാണ് വരുന്നത്, ലഹരി ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. ആ സമയത്ത് എനിക്ക് ഭർത്താവിനെ നല്ലതുപോലെ സ്വീകരിക്കാൻ, അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ, അദ്ദേഹത്തോട് നല്ല വാക്ക് പറയാൻ എനിക്ക് പറ്റാറില്ല ഉസ്താദേ. ഒരു സഹോദരി പറഞ്ഞ ഒരു വലിയ പരിഭവമാണ് ഉസ്താദ്. എനിക്ക് അങ്ങനെ വലിയ രൂപത്തിൽ എന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ എന്റെ ഭർത്താവ് എന്നെ ത്വലാഖ് ചൊല്ലാൻ ഒരുങ്ങുകയാ, എന്റെ ഭർത്താവ് എന്നെ ത്വലാഖ് ചൊല്ലാൻ വേണ്ടി ഒരുങ്ങുകയാ. ഞാനാണെങ്കിൽ ഗർഭിണിയായിരുന്നു ഉസ്താദേ.
ഉസ്താദേ, ആ സമയത്ത് എനിക്ക് വിഷമം കയറിയിട്ട് ഞാൻ തെന്നി വീഴുകയും എൻ്റെ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ആ സഹോദരൻ ചോദിച്ചു, ഉസ്താദേ എൻ്റെ ഭർത്താവ് പോകട്ടെ, എൻ്റെ കുട്ടിക്ക് ശുഹദാഇന്റെ പ്രതിഫലം കിട്ടുമോ എന്ന് ആ സഹോദരൻ ചോദിച്ചിരുന്നു. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തത്, ഉമ്മാ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. ഈ സഹോദരിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം ഭർത്താക്കന്മാരെ പലപ്പോഴും നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ ഭാര്യയോട് നമുക്ക് സ്നേഹമില്ല, നമ്മുടെ ഉമ്മയോട് നമുക്ക് ഉത്തരവാദിത്തമില്ല, നമ്മുടെ മക്കളോട് ഒരു നല്ല വാക്ക് പറയാൻ പോലും എനിക്കും നിങ്ങൾക്കും നേരമില്ല. ഇന്ന് എത്രയോ കുടുംബങ്ങളാണ് ശിഥിലമായി പോകുന്നത്. അതല്ലേ അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ പെട്ടതാ മക്കളോട് സ്നേഹമില്ലാത്ത ഉമ്മയുണ്ടാകും, മക്കളോടും ഭാര്യയോടും സ്നേഹമില്ലാത്ത വാപ്പമാരുണ്ടാകും. എത്രയോ സത്യമാണ് മുത്ത് ഹബീബേ നിങ്ങൾ പറഞ്ഞത്. ഭാര്യയെ ചതിക്കുന്ന, മക്കളെ കൊല്ലുന്ന ഒരു കാലഘട്ടം അധികരിക്കുകയാണ്. എത്രയെത്രയോ കാഴ്ചകളാണ്, വാർത്തകളാണ് ഞാനും നിങ്ങളും കാണുന്നത് ദിനേനെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ ഭാര്യയോട് നമുക്ക് ചില കടമകളുണ്ട്, നമ്മുടെ ഭർത്താക്കന്മാരോട് ചില കടമകളുണ്ട്.